നമസ്കാരം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് സംഘടനയായ ICCയുടെ പുതിയ ചെയർമാനായ ജയ് ഷാ സ്ഥാനമേറ്റെടുത്തു കഴിഞ്ഞു. മുൻ BCCI സെക്രട്ടറിയായ ജയ് ഷായെ എതിരില്ലാതെയാണ് ICC സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. ചെയർമാനായിരുന്ന ഗ്രെഗ് ബാർക്ലേയുടെ പകരക്കാരനായാണ് ജയ് ഷാ സ്ഥാനമേറ്റെടുത്തത്. 2 ടേം ICCയെ നയിച്ച ശേഷമാണ് ബാർക്ലേ കളമൊഴിഞ്ഞത്. ICCയുടെ ചെയർമാനാകുന്ന പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡോടെയാണ് ജയ് ഷാ സ്ഥാനമേറ്റെടുക്കുന്നത്. ജയ് ഷായുടെ സ്ഥാനാരോഹണ സ്വാഗതം ചെയ്ത ICC പോസ്റ്ററും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിനെ ഉന്നതിയിലെത്തിച്ച പല ഗംഭീര തീരുമാനങ്ങളും എടുത്താണ് ജയ് ഷാ BCCI വിട്ട് ICC തലപ്പത്തേക്ക് എത്തുന്നത്. അവിടെയും മികച്ച തീരുമാനങ്ങളായി ക്രിക്കറ്റ് ലോകത്തിന്റെ കയ്യടി നേടാൻ ജയ് ഷായ്ക്ക് സാധിക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത്. ക്രിക്കറ്റിൽ പുരുഷന്മാർക്കും വനിതകൾക്കും തുല്യ പ്രതിഫലം എന്ന ചരിത്ര തീരുമാനം നടപ്പിലാക്കിയത് ജയ് ഷാ ആയിരുന്നു. ICCയുടെ തലപ്പത്തെത്തുന്ന 5ാമത്തെ ഇന്ത്യക്കാരനാണ് ജയ് ഷാ. ജഗ്മോഹൻ ഡാൽമിയ, ശരത് പവാർ, N ശ്രീനിവാസൻ, ശശാങ്ക് മനോഹർ എന്നിവരാണ് ഇതിനു മുൻപ് ICC തലപ്പത്തേക്ക് എത്തിയത്. ആഗോളതലത്തിൽ ക്രിക്കറ്റിനെ വളർത്താൻ ശ്രമിക്കുന്നുവെന്നും ക്രിക്കറ്റിനെ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുമാണെന്നാണ് ജയ് ഷാ പ്രതികരിച്ചത്. ICC തലവനാകുമ്പോൾ വനിതാ ക്രിക്കറ്റിനെ കൂടുതൽ ഉന്നതിയിലെത്തിക്കാൻ ജയ് ഷായുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. വനിതാ ക്രിക്കറ്റിലെയും അതുപോലെ തന്നെ പുരുഷ ക്രിക്കറ്റിലെയും താരങ്ങൾക്ക് തുല്യവേതന ഭേദഗതി ജയ് ഷാ നടപ്പിലാക്കാനാണ് സാധ്യത. ICC തലവനായി 2 ടേമെങ്കിലും ജയ് ഷാ പോകുമെന്നും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായ പല തീരുമാനങ്ങളും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. ടെസ്റ്റ് ക്രിക്കറ്റിനെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്ന നേതാവാകും ജയ് ഷാ. ടെസ്റ്റ് ക്രിക്കറ്റിനെ കൂടുതൽ ആരാധകരുമായി അടുപ്പിക്കാനും കൂടുതൽ കാഴ്ചക്കാരെ സൃഷ്ടിക്കാനും ജയ് ഷാ ശക്തമായ ഇടപെടൽ നടത്തുമെന്ന് അറിയാം. എന്തായാലും ജയ് ഷായുടെ സ്ഥാനാരോഹണം പാകിസ്ഥാന് വലിയ തിരിച്ചടിയാകും. ICC ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ പാകിസ്ഥാന്റെ ആവശ്യങ്ങൾ ജയ് ഷാ തള്ളിക്കളയുമെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. 8 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന 2025 ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ പാകിസ്ഥാനിൽ നടത്തണമെന്ന ആവശ്യം ഇന്ത്യ ആദ്യമേ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ പാകിസ്ഥാനിൽ നടത്തിയാൽ ഇന്ത്യ പങ്കെടുക്കില്ല എന്നും നേരത്തെ തറപ്പിച്ച് പറഞ്ഞിരുന്നതാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫിയുടെ ഭാവി തുലാസിലായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യ പാകിസ്ഥാനിൽ മത്സരിച്ചാൽ മാത്രമേ വൻ വരുമാനം നേടാൻ കഴിയൂ എന്നാണ് പാക് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന് അറിയാവുന്നത്. അതുകൊണ്ട് ജയ് ഷാ ഇക്കാര്യത്തിൽ കടുത്ത നടപടിയെടുത്താലും അതിനെ ആരും എതിർക്കില്ല എന്ന് തന്നെ പറയാം.